ഇന്ന് നമ്മൾ പഠിക്കാനായി ശ്രമിക്കുന്നത് ശമൂവേലിൻ്റെ 1-ാം പുസ്തകം 30-ാമത്തെ അധ്യായമാണ്. ഈ അധ്യായം നമ്മൾ ആരംഭിക്കുമ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കും, ദാവീദ് തിരിച്ച് സിക്ലാഗ് എന്ന താമസ സ്ഥലത്തേക്ക് എത്തി. ദാവീദിൻ്റെ കൂടെ 600 പേരുണ്ട്. ഇവരെ യുദ്ധത്തിന് വേണ്ടി കൊണ്ടുപോയിരുന്നതാണ്. എന്നാൽ യുദ്ധത്തിന് ഇവരെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് ഇവരെ തിരിച്ചു മടക്കി അയച്ചു. ഇവരുടെ വാസസ്ഥലമായ സിക്ലാഗിലേക്ക് ഇവർ മടങ്ങി വന്നു. അവിടെ മടങ്ങി വന്ന് അവിടെ ഉണ്ടായിരുന്ന കുറച്ച് കാര്യങ്ങൾ അവർ കണ്ടപ്പോൾ വളരെ വേദനയായിരുന്നു. ആരെയാണോ 27-ാമത്തെ അധ്യായത്തിൽ ദാവീദ് ഒളിച്ചിരുന്ന് ആക്രമിക്കാനായി ശ്രമിച്ചുകൊണ്ടിരുന്നത്, അവരുടെ പേരായിരുന്നു അമലോക്യർ. അമലോക്യർ വന്നിട്ട് ഈ സിക്ലാഗിനെ ചുട്ട് നശിപ്പിക്കുകയും ഇവിടെയുള്ള ആൾക്കാരെയും ഇവരുടെ സമ്പത്ത് പൂർണ്ണമായി ഇവിടെ നിന്ന് കൊണ്ടുപോവുകയും ചെയ്തു. ദാവീദ് വന്ന് ഇത് കണ്ടപ്പോൾ ദാവീദിൻ്റെ കണ്ണ് നിറഞ്ഞുപോയി. കാരണം താൻ ഒരു ആവശ്യത്തിന് ഇറങ്ങി പുറപ്പെട്ടതാണ്. എന്നാൽ തിരിച്ചു വന്നപ്പോൾ തൻ്റെ വീട്ടിലുള്ളതെല്ലാം തനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നൊരു കാര്യം അദ്ദേഹത്തിന് മനസ്സിലായി. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, പലപ്പോഴും നമ്മൾ ദൈവവുമായുള്ള ബന്ധത്തിൽ ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ട് മുന്നിലേക്ക് പോകുമ്പോൾ നമ്മുടെ വീട്ടിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ മടങ്ങി വരുമ്പോൾ നമ്മൾ കാണുന്നത് ചിലപ്പോൾ ചില വേദനയുടെ അനുഭവങ്ങളായിരിക്കാം, ചില സങ്കടങ്ങളായിരിക്കാം, ചില നെടുവീർപ്പുകളായിരിക്കാം, ചില മനസ്സിലൂടെ പോകുന്ന ചില പെയിൻ, ഇതൊക്കെ നമ്മൾ കാണേണ്ടതായിട്ട് വരും. പക്ഷേ ആ വേദന, ആ ഒരു സഹനം നമ്മൾ ഏറ്റെടുത്ത് കുറച്ചുകൂടെ മുന്നോട്ട് പോകാൻ നമ്മൾ നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ സഹനത്തിൻ്റെ മുകളിൽ ദൈവം നമുക്ക് വേണ്ടി വലിയൊരു വിജയം വച്ചിട്ടുണ്ട്. ഈ വിജയം നമ്മുടെ കരങ്ങളിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ, ചില വിജയങ്ങൾ നമ്മുടെ കരങ്ങളിലേക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചില വേദനകളിലൂടെ കടന്നു പോയാലേ ചില വിജയങ്ങളിലേക്ക്, ചില ലക്ഷ്യങ്ങളിലേക്ക് നമുക്ക് എത്തിപ്പെടാനായിട്ട് സാധിക്കുകയുള്ളൂ. എപ്പോഴും നമ്മൾ ഓർക്കണം, ഏതൊരു വിജയത്തിലേക്ക് എത്തുന്നതിന് പിന്നിലും കുറേ പരിശ്രമങ്ങളും സങ്കടങ്ങളും വേദനകളും നിർബന്ധമായും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായേ പറ്റുകയുള്ളൂ. അങ്ങനെ ഒരു ജീവിത അനുഭവത്തിലൂടെ ദാവീദ് കടന്നു പോകുന്നു. അങ്ങനെ അദ്ദേഹം സിക്ലാഗിലെത്തി. സിക്ലാഗിൽ നോക്കുമ്പോൾ എല്ലാവരും നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. അദ്ദേഹത്തിന് 2 ഭാര്യമാർ, അവർ കൂടെയില്ല. ആടുമാട് സമ്പത്തുകൾ എല്ലാം ഈ വന്ന ശത്രുക്കൾ നിഗ്രഹിച്ചു കൊണ്ടുപോയി. അമലോക്യരെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ പഠിച്ചു. അമലോക്യർ ചെയ്ത തെറ്റെന്തായിരുന്നു? അമലോക്യർ ചെയ്ത തെറ്റ്, അമലോക്യർ ഏശാവിൻ്റെ ഡിസെൻഡൻസാണ്, ഏശാവിൻ്റെ പിൻതലമുറയാണ്. ഇസ്രായേൽ മക്കൾ ആരുടെ തലമുറയാണ്? യാക്കോബിൻ്റെ. അങ്ങനെയെങ്കിൽ യാക്കോബും ഏശാവും ഒരു സമയത്ത് ഒരമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തു വന്നവരാണ്, അല്ലേ? ഒരു സമയത്ത് ഒരു വയറിനുള്ളിൽ നിന്ന് പുറത്തു വന്നവരാണ് ഏശാവും യാക്കോബും. ഇവർ രണ്ടുപേരും സഹോദരങ്ങളായിരിക്കെ ഒരു സഹോദരൻ്റെ തലമുറകൾക്ക് പ്രയാസം വരുമ്പോൾ കൈത്താങ്ങ് പകരേണ്ടുന്ന ഒരു സഹോദരൻ്റെ കുടുംബം ഇവരെ പിന്നിൽ നിന്ന് ആക്രമിച്ചു. നമ്മൾ അതിനെക്കുറിച്ച് പഠിച്ചു. ദൈവം അവരോട് പറയുകയാണ്, എല്ലാ കാര്യങ്ങളും ഞാൻ മറക്കാം, പക്ഷേ നിൻ്റെ സഹോദരനായ നിങ്ങളുടെ കുടുംബക്കാരായ അമലോക്യർ നിങ്ങളോട് ചെയ്ത ഒരു തെറ്റ് ഞാൻ ഒരിക്കലും മറക്കില്ല, നീ അത് എഴുതി വയ്ക്കണം. യോശുവയോടത് ഓർമ്മിപ്പിക്കാനായിട്ട് പറയുന്നു. അവരെ നിങ്ങൾ സ്വന്തമായ ഒരു ദേശത്ത് എത്തുന്ന സമയത്ത് പൂർണ്ണമായും നശിപ്പിച്ചിരിക്കണം എന്നൊരു നിർബന്ധമായ കാര്യം അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു കാര്യമാണ് ദൈവം വളരെ കണിശമായിട്ട് ഇസ്രായേൽ മക്കളോട് പറഞ്ഞത്. ബാക്കി യുദ്ധങ്ങളെല്ലാം ആരംഭിക്കുന്നത് സ്വന്തം ദേശത്ത് വന്നതിന് ശേഷമാണ്. ഇതിനിടയിൽ ഒരു യുദ്ധങ്ങളുമില്ല. എല്ലാം ദൈവം തന്നെ യുദ്ധം ചെയ്ത് വഴിയൊരുക്കി സമൃദ്ധിയായി അവരെ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ്. എന്നാൽ തടസ്സങ്ങൾ ഉള്ളപ്പോഴെല്ലാം ദൈവം വഴി ഒരുക്കിയെങ്കിലും ഒരു കാര്യം ദൈവം പറഞ്ഞു, അമലോക്യർ നിങ്ങളെ ആക്രമിച്ചത് വളരെ വേദനയുള്ളൊരു സമയത്താണ്. അതുകൊണ്ട് അവരെ നിങ്ങളുടെ കൈകൊണ്ട് തന്നെ തോൽപ്പിക്കണം. ദൈവത്തിന് വേണമെങ്കിൽ അവരെ തോൽപ്പിക്കാം, പക്ഷേ നിങ്ങൾ തന്നെ അവരെ തോൽപ്പിക്കണമെന്ന് അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അമലോക്യർ ചെയ്തത് നമ്മൾ എപ്പോഴും മനസ്സിലുണ്ടാകണം. ദൈവത്തെ ആരാധിക്കാൻ പോയിരുന്ന ഒരു ജനം, അവരിൽ സാധുക്കളായിരുന്നു, ദുർബലരായിരുന്നു, മുടന്തരായിരുന്നു, അംഗഹീനരായിരുന്നു, മറ്റുള്ളവരോട് കൂടെ യാത്ര ചെയ്യാൻ കഴിയാത്ത സാധുക്കളായ സാധാരണക്കാരായ കുറച്ചു പേർ. അവർ വലിയവനായ ദൈവത്തെ അനുധാവനം ചെയ്ത് പിന്നിലേക്ക് നോക്കി മുന്നിലോട്ട് യാത്ര ചെയ്തവരാണ്. അവരങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഈ ദുർബലരെ വന്ന് ആക്രമിച്ച് അവരെ പിന്നിൽ നിന്ന് ആക്രമിച്ചു എന്ന ഏക കുറ്റമാണ് അമലോക്യർ ചെയ്തത്. അതിൻ്റെ ആത്മീയ അർത്ഥം നമ്മൾ മനസ്സിലാക്കി. ദൈവത്തിൻ്റെ മക്കളെ ഒരിക്കലും പുറകിൽ നിന്ന് ആരെങ്കിലും ആക്രമിച്ചു കഴിഞ്ഞാൽ, പിന്നിലൂടെ ആരെങ്കിലും ആക്രമിച്ചു കഴിഞ്ഞാൽ
പിന്നിലൂടെ ഏതെങ്കിലും രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ദൈവം അത് എഴുതി വയ്ക്കും. അത് വളരെ ഞാനിത് ആവർത്തിച്ച് പറയാനുള്ള കാരണം നമുക്കറിഞ്ഞുകൂടാ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന്. നമ്മൾ ചിന്തിക്കും, നമ്മൾ ദൈവാലയ കാര്യങ്ങൾക്കെതിരെ, ശുശ്രൂഷകൾക്കെതിരെ നമ്മൾ പിന്നിൽ നിന്ന് പറയുന്നതും പിന്നിൽ നിന്ന് കളിക്കുന്നതും, ഗെയിം കളിക്കുന്നതും, പൊളിറ്റിക്സ് കളിക്കുന്നതും, രാഷ്ട്രീയം കളിക്കുന്നതും ഒന്നും ദൈവം കാണുന്നില്ല എന്ന്. നമുക്ക് എന്ത് അഭിപ്രായം ഉണ്ടെങ്കിൽ എങ്ങനെ നോക്കി പറയണം? നേരെ നോക്കി പറയണം, മുന്നിൽ നിന്ന് പറയണം. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വാക്ക് തന്നെ പറയാം. ഈ അടിയിൽ കൂടെ എന്ത് ചെയ്യാൻ പാടില്ല? പാര പണിയാനായിട്ട് പാടില്ല. അത് ഈ ബൈബിളിൽ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. നിങ്ങൾ പിന്നിൽ നിന്ന് ദൈവത്തിൻ്റെ മക്കളെ ആക്രമിച്ചു, അത് ഞാൻ മറക്കില്ല എന്ന് ദൈവം പറയുകയാണ്. ശൗലിന് ഈ രാജാധികാരം നഷ്ടപ്പെട്ടു പോകാനുള്ള റീസൺ എന്തായിരുന്നു? ഇവരോട് കോംപ്രമൈസ് ചെയ്തതാണ്, ഇവരെ വെറുതെ വിട്ടതാണ്. അപ്പോൾ ദാവീദിനറിയാം, ദാവീദിന് അടുത്ത് ഈ സ്ഥാനത്ത് കയറി ഇരിക്കണമെന്നുണ്ടെങ്കിൽ ദൈവം പറഞ്ഞ ഈ ഒരു കാര്യം ക്രമീകരിച്ചാലേ ഈ കസേരയിലേക്ക് ദാവീദിന് കയറിയിരിക്കാനായിട്ട് കഴിയുകയുള്ളൂ. അപ്പോൾ ദൈവം അവന് അനുകൂലമായ ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുകയാണ്. അങ്ങനെ സിക്ലാഗിൽ വന്ന് ആക്രമിച്ചിട്ട് മടങ്ങിപ്പോയ ഇവരെ ആക്രമിച്ച് തോൽപ്പിക്കാനായി ദാവീദ് ഇറങ്ങിത്തിരിക്കുന്നു. അതാണ് ഈ അധ്യായത്തിൻ്റെ പശ്ചാത്തലം. നമ്മൾ ഓർക്കണം, എന്തിനാണ് ദാവീദ് ഇറങ്ങിത്തിരിച്ചത്? ദാവീദിനറിയാം, ദൈവം പറഞ്ഞ ഒരു കൽപ്പനയുണ്ട്, അമലോക്യരെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയാൽ ദൈവം അതിൻ്റെ അനുഗ്രഹം കൃത്യമായിട്ട് നൽകും എന്നൊരു ഉറപ്പ് ഉണ്ടായിരുന്നു. അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഇറങ്ങി ദൈവം പറഞ്ഞതനുസരിച്ച് മുന്നോട്ട് പോയി. എന്നാൽ ആ മുന്നോട്ടുള്ള യാത്ര തുടങ്ങുന്നതിന് മുമ്പ് കഴിഞ്ഞ ആഴ്ച നമ്മളൊരു കാര്യം പറഞ്ഞു. അദ്ദേഹം ദൈവീകമായ അഡ്വൈസ് ചോദിക്കുകയാണ്. അദ്ദേഹം പുരോഹിതനെ വിളിച്ചു. അബ്യാഥാർ പുരോഹിതനെ വിളിച്ചിട്ട് അദ്ദേഹത്തോട് പറയുകയാണ്, ദൈവത്തിൻ്റെ ഹിതപ്രകാരമാണോ ഈ യാത്ര എന്ന് പറഞ്ഞു തരണമെന്ന് പറഞ്ഞു. അബ്യാഥാർ പുരോഹിതൻ ഏഫോദ് ധരിച്ച്, മറ്റൊരു കാര്യം കൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, ഏഫോദിനെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞു തന്നായിരുന്നു, ഓർമ്മയുണ്ടോ? എന്താണ് അതിനകത്ത്? 12 കല്ലുകൾ പതിച്ചിട്ടുണ്ട്. 12 കല്ലുകൾക്ക് താഴെ 12 ഗോത്രങ്ങളുടെ പേരുകൾ ഒരു ബ്രസ്റ്റ് പ്ലേറ്റ് ആയിട്ട് ഇങ്ങനെ വച്ചിട്ടുണ്ട്. അതിനകത്ത് ദൈവഹിതം അറിയുന്നതിന് വേണ്ടിയുള്ള ഊറീം തുമ്മീം എന്ന് പറയുന്ന 2 കാര്യങ്ങൾ വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഊറീം എന്ന് പറഞ്ഞാൽ റെവലേഷൻ എന്നാണ് അർത്ഥം. ദൈവം അതിലൂടെ സംസാരിക്കും. അത് ആർക്ക് മാത്രമാണ് ഈ ഒരു അവകാശം കൊടുത്തിട്ടുള്ളത്? പുരോഹിതന്മാർക്ക് വേണ്ടി മാത്രമാണ്. എല്ലാ പുരോഹിതന്മാർക്കും കൊടുക്കില്ല. ഒരു കാലഘട്ടത്തിൽ ഒരാൾക്കായിരിക്കും ദൈവം അത് കൊടുക്കുന്നത്. ഇപ്പോൾ ദാവീദ് ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങുമ്പോൾ ദൈവാലോചന ചോദിച്ചിട്ട് മാത്രമേ ഇറങ്ങാറുള്ളൂ. എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത്, ഏത് കാര്യത്തിനായാലും ബന്ധപ്പെട്ട് ഇറങ്ങിപ്പോകരുത്. ഏത് കാര്യം നിങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പും ദൈവിക ആലോചന ചോദിക്കണം. നിങ്ങൾക്ക് ദൈവിക ആലോചന നേരിട്ട് കിട്ടും എന്നുണ്ടെങ്കിൽ നിങ്ങൾ ദൈവിക ആലോചന ദൈവത്തിൽ നിന്ന് നേരിട്ട് ചോദിച്ചു കൊള്ളണം. ഇല്ലെങ്കിൽ ദൈവിക ആലോചനകൾ നിങ്ങൾക്ക് നൽകുന്നതിന് വേണ്ടി ദൈവം നൽകിയിട്ടുള്ള ദൈവത്തിൻ്റെ മക്കളുടെ അല്ലെങ്കിൽ ദൈവഭക്തരെ, ദൈവ ശുശ്രൂഷകരെ നിങ്ങൾ അടുക്കൽ പോയി അത് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ മുന്നോട്ട് പോകണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ. രാജാവായിരുന്ന ആളാണ് ദാവീദ്. ഇപ്പോൾ അല്പം മാറി നിൽക്കേണ്ടി വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാ പട്ടണങ്ങളും അവൻ്റെ കരങ്ങളിലേക്കൊന്നും വന്നിട്ടില്ല. നാളെ അവൻ രാജകീയ സിംഹാസനത്തിൽ ഇരിക്കും. പക്ഷേ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ദൈവത്തോട് ആലോചിച്ച് മാത്രമേ ദാവീദ് തീരുമാനങ്ങൾ എടുത്തിരുന്നുള്ളൂ. നമ്മൾ ഇതിന് തൊട്ട് മുമ്പിലത്തെ അധ്യായത്തിൽ ഞാൻ ഇടയ്ക്ക് പറഞ്ഞു തന്നു. എന്നാൽ ദാവീദിന് ഈ ആലോചന കിട്ടുമ്പോൾ ആർക്ക് ആലോചന കിട്ടുന്നില്ല? ശൗലിന് ദൈവിക ആലോചന കിട്ടുന്നില്ല. അതുകൊണ്ടാണ് വെളിച്ചപ്പാടത്തിൻ്റെ അരികിലേക്ക് പോകേണ്ടി വന്നത്. ദൈവത്തിൻ്റെ അരുളപ്പാടും ദൈവികമായ വെളിപാട് നമുക്ക് കിട്ടുന്ന സമയത്ത് നമ്മൾ അതിനെ മനസ്സിലാക്കി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ സംരക്ഷണം നമ്മളോട് കൂടെ ഉണ്ടാകും. അങ്ങനെ അവർ യുദ്ധത്തിന് മുന്നോട്ട് പോയി. യുദ്ധത്തിന് മുന്നോട്ട് പോകുന്നതിന് മുമ്പ് ചെറിയൊരു പ്രയാസം ദാവീദിനുണ്ടായി. അതാണ് 6-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുക. ഇവിടെ വന്ന് ഈ പശ്ചാത്തലങ്ങളെല്ലാം കാണുമ്പോൾ സിക്ലാഗിൽ ഒന്നുമില്ല, തീ വെച്ച് ചുട്ട് എല്ലാം നശിപ്പിച്ചിരിക്കുന്നു. ദാവീദിന് വലിയ കഷ്ടമുണ്ടായി, ദാവീദിന് വലിയ സങ്കടമുണ്ടായി. ജനത്തിൽ ഓരോരുത്തൻ്റെ ഹൃദയം താൻ്റെ പുത്രന്മാരെയും പുത്രിമാരെയും കുറിച്ച് വ്യസനിച്ചിരിക്കൊണ്ട് അവനെ കല്ലെറിയണമെന്ന് ജനം പറഞ്ഞു. ആർക്കെതിരെ തിരിഞ്ഞു? ജനം. ദാവീദിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഇത്രയും പേർ അവർ ദാവീദിനെ കല്ലെറിയണം, ഇവൻ്റെ കൂടെ വന്നതുകൊണ്ടാണല്ലോ ഈ പ്രശ്നം ഉണ്ടായത്. അതുകൊണ്ട് ദാവീദിനെ കല്ലെറിയണമെന്ന് ആഗ്രഹിച്ച് അവരിങ്ങനെ ആലോചിക്കുകയാണ്. ദാവീദ് എന്ത് ചെയ്തു? ദാവീദോ തൻ്റെ ദൈവമായ യഹോവയിൽ
യഹോവയിൽ ധൈര്യപ്പെട്ടു. നിങ്ങൾക്ക് എന്ത് മനസ്സിലായി ഇതിനകത്ത് നിന്ന്? എന്ത് മനസ്സിലായി? നമ്മളോട് കൂടെ നിൽക്കുമെന്ന് കരുതുന്ന ധാരാളം പേര് കാണും. നമ്മുടെ കുടുംബക്കാരായിരിക്കും, നമുക്ക് പ്രിയപ്പെട്ടവരായിരിക്കും. എന്നാൽ ഒരു നിർണായക സമയം വരുമ്പോൾ ഇവരെല്ലാവരും നമുക്കെതിരെ തിരിയാൻ സാധ്യതയുണ്ട്. ഇന്ന് നമുക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നവർ, ഇന്ന് നമുക്ക് സ്തുതി പാടുന്നവരായി നിൽക്കുന്നവർ, ഇന്ന് നമ്മൾ നല്ലവരെന്ന് പറയുന്നവർ കുറച്ച് കഴിയുമ്പോൾ നമുക്കെതിരെ തിരിയും. അത് 100% ഗ്യാരണ്ടിയാണ്. അങ്ങനെ ഒരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിൽ വന്നാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യം, സഹായിക്കാൻ കഴിയാത്ത മനുഷ്യപുത്രന്മാരിൽ ആശ്രയിക്കാതെ നിങ്ങളെ ധൈര്യപ്പെടുത്തുന്ന, ഉറപ്പ് നൽകുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങളെ കൊടുക്കുക. നിങ്ങളെ അറിയുന്ന ദൈവം, നിങ്ങളെ നന്നായി മനസ്സിലാകുന്ന ദൈവം നിങ്ങളെ ശക്തമായി അവൻ്റെ സാന്നിധ്യത്താൽ ധൈര്യപ്പെടുത്തും. ദാവീദ് പറയുന്നുണ്ട്, ഇത്രയും പ്രശ്നങ്ങൾ വന്നപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ഇവരെ എതിരായപ്പോൾ കൂടെ നിൽക്കുമെന്ന് കരുതിയവർ കല്ലെറിയാനായി ശ്രമിക്കുമ്പോൾ ഒരേ ഒരു കാര്യം മാത്രമേ ദാവീദ് ചെയ്തുള്ളൂ. ദാവീദ് തൻ്റെ ദൈവമായ യഹോവയിൽ ധൈര്യപ്പെട്ടു. ദൈവം കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസമാണ്. ആര് കൂടെ ഇല്ലെങ്കിലും, ആര് കൂടെ നിൽക്കില്ലെങ്കിലും ദൈവം കൂടെ ഉണ്ട് എന്ന ശക്തമായ വിശ്വാസം ദാവീദിന് കിട്ടി. ഈ വിശ്വാസം നമുക്കുണ്ടെങ്കിൽ ആര് കൂടെ ഇല്ലെങ്കിലും നമ്മുടെ ജീവിതം നമുക്ക് ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാനായി സാധിക്കും. കാര്യം മനുഷ്യൻ്റെ പ്രത്യേകതയാണ്. മനുഷ്യനെ നമ്മൾ കുറ്റം പറയേണ്ട കാര്യമില്ല. മനുഷ്യനാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ എന്തു ചെയ്യും? ഇന്ന് നമുക്ക് നല്ലവരായിട്ട് തോന്നും, ഇന്ന് നമുക്ക് നല്ല രീതിയിൽ ഹൃദ്യമായി സംസാരിക്കും, ഇന്ന് നമ്മുടെ ആവശ്യങ്ങൾ കൂടെ നിൽക്കും, നമ്മളെ സപ്പോർട്ട് ചെയ്യും, നമ്മളെ പ്രോത്സാഹിപ്പിക്കും. എന്നാൽ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഒരു ചെറിയ പ്രശ്നത്തിൻ്റെ പേരിൽ ഇവർ നമുക്കെതിരെ തിരിയും. അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടോ? ഉണ്ടെങ്കിലൊന്ന് ആലോചിച്ച് നോക്കണം. ഭയങ്കര സ്നേഹമായിരിക്കും, എന്നാൽ ഏതെങ്കിലും നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി നമുക്കെതിരെ എന്തു ചെയ്യും? തിരിയും. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ വരുമ്പോൾ നിങ്ങൾ മനുഷ്യൻ്റെ മുഖത്തേക്ക് നോക്കരുത്. ഇവരെ എല്ലാം ദൈവം നമ്മുടെ കരങ്ങളിൽ വീണ്ടും കൊണ്ടുവരും. ഇവരുടെ ആരുടെയും മുഖത്തേക്ക് നോക്കരുത്. നമ്മൾ ആരിൽ ശക്തിപ്പെടണം? ദൈവത്തിൽ ശക്തിപ്പെടണം. ദൈവം നമുക്ക് ധൈര്യം തരും. ദൈവം കൂടെ ഇരിക്കും. ദൈവം നമ്മളെ ബലപ്പെടുത്തും. ഈ ദൈവം ഇവനോട് കൂടെ ഇരുന്നത് കൊണ്ട് ദാവീദ് പറയുന്ന അതിമനോഹരമായ ഒരു വാക്യമുണ്ട്. ഒരു സൈന്യം എൻ്റെ നേരെ പാളയമിറങ്ങിയാൽ പോലും എൻ്റെ ഹൃദയം എങ്ങനെ ഇരിക്കും? ഒരു ഭയവും കൂടാതെ ഇരിക്കും. എനിക്ക് യുദ്ധം നേരിട്ടാലും എങ്ങനെ ഇരിക്കും? ഞാൻ നിർഭയമായിരിക്കും. ഇവിടെ രണ്ട് പ്രശ്നങ്ങളാണ്. ഒന്ന്, ഒരു വശത്ത് ശത്രുക്കൾ, ഒരു വശത്ത് വീടിനുള്ളിലെ പ്രശ്നം. ഈ രണ്ട് പ്രശ്നങ്ങൾ നമുക്ക് ഒരുമിച്ച് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. ശ്രദ്ധയോടെ നമ്മൾ കേൾക്കണം. ഒരു സമയത്ത് രണ്ട് പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരും. ഒരു പ്രശ്നം പുറത്തു നിന്നായിരിക്കും, ഒരു പ്രശ്നം അകത്തു നിന്നായിരിക്കും. രണ്ട് പ്രശ്നങ്ങൾ ഒരുമിച്ച് വരുമ്പോൾ ഉത്തരം കണ്ടെത്തുക അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമില്ല. എന്നാൽ പുറത്തു നിന്ന് ശത്രു നിങ്ങളെ ആക്രമിക്കുമ്പോഴും കൂടെ നിൽക്കുന്ന, കൂടെയുള്ളവർ, പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ കുടുംബത്തിനുള്ളവർ, ചേർന്ന് നിൽക്കുന്നവർ, അവർ നിങ്ങൾക്ക് എതിരാകുമ്പോഴും നിങ്ങളുടെ ആശ്രയം ദൈവത്തിലാണെങ്കിൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവനെ ദൈവത്തിൻ്റെ ദയ ചുറ്റിക്കൊള്ളുകയും ഒരു നാളും ദൈവം അവരെ അധൈര്യപ്പെടുത്തുകയില്ല. ഒരു നാളും ദൈവം അവരെ അശക്തരാകാനായിട്ട് വിടുകയില്ല. ദൈവത്തിന് അവരെ ശക്തിപ്പെടുത്തിയ ചരിത്രം മാത്രമേ ഉള്ളൂ. നമ്മളത് ഓർക്കണം. ദൈവം അവരെ ശക്തിപ്പെടുത്തും. പറഞ്ഞ കാര്യം മനസ്സിലായോ? ഒരു സമയത്ത് രണ്ട് പ്രശ്നം വരും. പുറത്തു നിന്നും പ്രശ്നം വരും. എവിടെ നിന്നും വരും? വീട്ടിൽ നിന്നും പ്രശ്നം വരും. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വീട്ടിലുള്ളവരോട് നമുക്ക് പിണങ്ങാൻ പറ്റുമോ? അവരോട് വഴക്കുണ്ടാക്കാൻ കഴിയുമോ? അവരെ നമുക്ക് ശത്രുക്കളാകാൻ പറ്റുമോ? ഇല്ല. അവിടെ എന്ത് ചെയ്യണം? മിണ്ടാതിരിക്കണം. പുറത്ത് ശത്രുവുണ്ട്, അവരെ നമുക്ക് എന്ത് ചെയ്തേ പറ്റൂ? ആക്രമിച്ചേ പറ്റുകയുള്ളൂ. പുറത്തുള്ള ശത്രുവിനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തണം എന്നുണ്ടെങ്കിൽ അകത്തുള്ളവർ ആദ്യം എന്ത് ചെയ്യണം? ഒരുമിച്ച് നിൽക്കണം. നമ്മൾ ഓർക്കുക, അവിടെ നമുക്ക് ശക്തി തരുന്നത്, ധൈര്യം നൽകുന്നത് ദൈവമാണ്. ഒന്നാമത്തെ കാര്യം. മറ്റൊന്ന്, നമ്മളൊരു ലക്ഷ്യത്തിലേക്ക് ഇറങ്ങുകയാണ്. ദാവീദിൻ്റെ ലക്ഷ്യം എന്നത് സിക്ലാഗ് ആക്രമിച്ച് നഷ്ടപ്പെടുത്തി കൊണ്ടുപോയവരെ തിരിച്ചു കൊണ്ടുവരിക, അമലോക്യർക്കെതിരെ യുദ്ധം ചെയ്യുക. നമ്മളൊരു ലക്ഷ്യത്തിലേക്ക് ഇറങ്ങി പുറപ്പെടുമ്പോൾ നമുക്ക് ആദ്യം നമ്മളെ പിന്നിലേക്ക് വലിക്കുന്നവർ ആര് തന്നെയായിരിക്കും? നമ്മുടെ വീട്ടിലുള്ളവർ തന്നെ ആയിരിക്കും. നമ്മളൊരു കാര്യത്തിനിറങ്ങുമ്പോൾ നമ്മളെ നിരുത്സാഹപ്പെടുത്തുന്നത് ആരായിരിക്കും? പലപ്പോഴും നമ്മുടെ വീടിനുള്ളിൽ ഉള്ളവരായിരിക്കും. പലപ്പോഴും നമ്മളെ പള്ളിയിലൊക്കെ ആൾക്കാർ ആരാധിക്കാനായിട്ട് വരുമ്പോൾ പറയും, വീട്ടിലുള്ളവർ ചിലപ്പോൾ പറയും, എന്തിനാണ് ഇന്നും പള്ളിയിൽ പോകുന്നത്? ഇതിൻ്റെ ആവശ്യമുണ്ടോ? അവർ നമ്മളെന്ത് ചെയ്യും? പതിയെ പിന്നിലേക്ക് വലിക്കും. പല പല ആവശ്യങ്ങൾ നമ്മുടെ മുന്നിൽ വരും.
അങ്ങനെ വരുമ്പോൾ ദൈവത്തിൽ ആശ്രയിക്കണം. നമ്മൾ ആരെയും കുറ്റപ്പെടുത്താനോ ആരെയും അതിൻ്റെ പേരിൽ പിണങ്ങാനോ ഒന്നും ശ്രമിക്കരുത്. ദാവീദ് ഇവരോട് ആരോടും ഒരു പരിഭവവും പറഞ്ഞില്ല. ദാവീദ് ദൈവത്തിൽ ധൈര്യം കണ്ടെത്തി. കാരണം ദൈവത്തിൻ്റെ പ്രത്യേകത, അവൻ ധൈര്യം നൽകുന്ന ദൈവമാണ്. മനസ്സിലായോ? ദൈവം ആരാണ്? ധൈര്യം നൽകുന്ന ദൈവമാണ്. ആര് കൂടെ ഇല്ലെങ്കിലും ആര് കൂടെ ഉണ്ടാകും? ദൈവം കൂടെ ഉണ്ടാകും. നിങ്ങൾ ഓർക്കണം, ഒരു ദിവസം ആരും കൂടെ ഇല്ലാത്ത ഒരു സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നു പോകേണ്ടി വന്നാൽ അന്ന് ആര് മാത്രമേ കാണൂ? ദൈവം മാത്രമേ കാണുകയുള്ളൂ. നമുക്ക് വായിക്കാം. വീണ്ടും താഴോട്ട് വായിച്ചു വന്നു കഴിഞ്ഞാൽ, ഏഫോദ് കൊണ്ടുവന്നു. അബ്യാഥാർ പുരോഹിതൻ ദൈവത്തിൻ്റെ ആലോചന അവനോട് പറഞ്ഞു, സകലവും നീ വീണ്ടുകൊള്ളും. അതാണ് ദൈവം പറഞ്ഞ അരുളപ്പാട്. എല്ലാ കാര്യങ്ങളും നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? വീണ്ടെടുക്കാനായിട്ട് പറ്റും. അങ്ങനെ അവർ മുന്നോട്ട് പോയി. ബെസോർ എന്നൊരു തോടുണ്ട്. ആ തോട് കടന്ന് മറുകടയിലേക്ക് അവർ പോകണം. അവിടെ എത്തിയപ്പോൾ ഇവരിപ്പോൾ എത്ര പേരാണുള്ളത്? 600 പേരാണുള്ളത്. 200 പേര് പറഞ്ഞു, ഞങ്ങളൊരു 3-4 ദിവസം, ഏകദേശം ഒരാഴ്ചയോളമുള്ള സമയം വരും, ഞങ്ങൾ ഭയങ്കരമായിട്ട് ക്ഷീണിതരാണ്. എന്താണ് അതിനുള്ള കാരണം? ഒന്ന്, ദാവീദ് സിക്ലാഗിൽ താമസിക്കുമ്പോൾ ഓരോ ദിവസവും പതിവായിട്ട് ഓരോ ദേശങ്ങളും ആക്രമിക്കാനായിട്ട് പോകും. അങ്ങനെയാണെങ്കിൽ ഇവർക്ക് റെസ്റ്റില്ല. രണ്ടാമത്തെ കാര്യം, ഗത്തിലെ രാജാവായ ആഖീഷ് ഇവരെ വിളിച്ചുകൊണ്ട് രണ്ടാമതൊരു യുദ്ധത്തിന് കൊണ്ടുപോകുകയാണ്. അങ്ങനെയെങ്കിൽ അവർ യുദ്ധമുഖത്തേക്കാണ് പോയത്. അവിടെ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പേ നമ്മൾ വായിക്കുന്നുണ്ട്, അടുത്ത ദിവസം രാവിലെ അവിടെ നിന്ന് പുറപ്പെട്ടു പോകാൻ പറയുകയാണ്. റെസ്റ്റില്ല. അവർ വീണ്ടും തിരിച്ച് സിക്ലാഗിൽ വന്നപ്പോൾ അവിടെയും ഉറങ്ങാൻ പറ്റിയിട്ടില്ല. അവർ ഭയങ്കര ക്ഷീണിതരാണ്. അതുകൊണ്ട് 200 പേര് പറഞ്ഞു, ഞങ്ങൾ വളരെ ബലഹീനരാണ്, ഞങ്ങൾക്ക് വരാനായിട്ട് സാധിക്കയില്ല എന്ന് പറഞ്ഞു. എങ്കിൽ ദാവീദ് പറഞ്ഞു, കുഴപ്പമില്ല, ബാക്കി 400 പേരുമായി നമുക്ക് മുന്നോട്ട് പോകാം, ദൈവം കൂടെ ഉണ്ടാകും. അങ്ങനെ അവർ മുന്നോട്ട് പോയി. മുന്നോട്ട് പോകുന്ന വഴിക്ക് ദൈവം വഴിയൊരുക്കുകയാണ്. ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എല്ലാ വഴിയും ദൈവം നമുക്ക് അനുകൂലമാക്കി തരും. അവിടെ ഒരു ബാല്യക്കാരനെ കാണുന്നുണ്ട്. അവനെ കണ്ടപ്പോൾ ആരാണെന്ന് ചോദിച്ചു. ഒടുവിൽ മനസ്സിലായി അവന് ഈ അമലോക്യരുമായി നല്ലൊരു ബന്ധമുണ്ട്. അവനോട് പറഞ്ഞു, നിന്നെ ഞങ്ങൾ സഹായിക്കാം, 3 ദിവസമായല്ലോ നീ ഭക്ഷണവും വെള്ളവും ഒക്കെ കഴിച്ചിട്ട്. അത് മനസ്സിലാക്കി അവന് ഭക്ഷണവും വെള്ളവും സമൃദ്ധിയായി കൊടുത്തു. അവൻ ആ ഭക്ഷണം വെള്ളവും കുടിച്ചു കഴിഞ്ഞപ്പോൾ വായിക്കുന്നു, അവന് ജീവൻ വീണു. അതിൻ്റെ അർത്ഥം എന്താണ്? അവൻ എന്താണ് കൊടുത്തത്? എന്താണ് അവർ കൊടുത്തത്? വായിക്കാമോ? അവന് അപ്പം കൊടുത്തു, രണ്ടാമത് വെള്ളം കൊടുത്തു, അവന് 1 കഷ്ണം അത്തി അട കൊടുത്തു, 2 ഉണക്ക മുന്തിരിക്കുല കൊടുത്തു. അത് തിന്നപ്പോൾ അവന് ഉയർ വീണു. എന്താണ് അവന് കൊടുത്തത്? അവന് കൊടുത്തത് അപ്പവും വീഞ്ഞുമാണ്. എന്താണ് കൊടുത്തത്? ഇനി ഒന്ന് ശ്രദ്ധിച്ചേ. ഇവൻ എത്ര ദിവസമായി ഇത് കഴിച്ചിട്ട്, ഭക്ഷണം കഴിച്ചിട്ട്? 3 ദിവസമായി. 3 ദിവസമായി ഒന്നും കഴിക്കാതിരിക്കുന്ന ഒരു മനുഷ്യന് ജീവിതം കിട്ടുന്നത് എന്തിലൂടെയാണ്? അപ്പവും വീഞ്ഞും. അങ്ങനെയെങ്കിൽ വിശുദ്ധ കുർബാനയ്ക്ക് ഭയങ്കരമായൊരു ശക്തി ദൈവം വച്ചിട്ടുണ്ട്. നമ്മൾ എത്ര ദുർബലമായ അവസ്ഥയിൽ നിന്നാലും കർത്താവിൻ്റെ ശരീരവും രക്തവും നമ്മൾ വന്ന് സ്വീകരിച്ചു കഴിഞ്ഞാൽ അവിടെ യേശു പറയുന്നൊരു വാഗ്ദത്തമുണ്ട്, ഇത് നിങ്ങൾക്ക് ജീവൻ്റെ അപ്പമാണ്, എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. അപ്പോൾ ഇവൻ മരണത്തിലോട്ട് പോയവനാണ്, അവൻ്റെ കൂടെ ആരുമില്ല, ഒറ്റപ്പെട്ടു പോയി. ദൈവം നമുക്കിതുമായി വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട് നൽകുന്നൊരു വലിയൊരു ചിന്തയെന്ന് പറയുന്നത്, ജീവിതത്തിൽ എല്ലാവരും ഉപേക്ഷിച്ചു പോയ മനുഷ്യരുടെ ഒരു ഉദാഹരണമായിട്ടാണ് ഈ ചെറുപ്പക്കാരനെ അവിടെ പറയുന്നത്. അവൻ്റെ കൂടെയുള്ള ബന്ധുക്കളൊന്നുമില്ല. അങ്ങനെ ഒറ്റപ്പെട്ടു പോയ ഒരാൾക്ക്, വളരെ പ്രയാസങ്ങൾ കാരണം 3 ദിവസം ഭക്ഷണമില്ലാതെ അതീവ ദാരിദ്ര്യത്തിലൂടെ കടന്നുപോയ ഒരു മനുഷ്യന് ദൈവം നൽകാനായി ആഗ്രഹിച്ച സ്വർഗീയ ഭോജ്യത്തിൻ്റെ പേരാണ് കർത്താവിൻ്റെ ശരീരവും കർത്താവിൻ്റെ രക്തവും. ഇനി ഞാൻ കണക്ഷൻ പറഞ്ഞു തരാം. കർത്താവായ യേശു ക്രിസ്തു തൻ്റെ അടുക്കൽ വന്ന ജനങ്ങളെ വചനങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അവിടെ ഇരുത്തുകയാണ്. എത്ര ദിവസം കഴിഞ്ഞപ്പോഴാണ് അവർക്ക് കർത്താവ് ഈ അപ്പം വർദ്ധിപ്പിച്ചു കൊടുക്കുന്നത്? എത്ര ദിവസം കഴിഞ്ഞു? എത്ര ദിവസം? ഒന്ന് ഓർമ്മിച്ച് നോക്ക്. അവർക്ക് വിശന്നു എന്ന് കർത്താവ് മനസ്സിലാക്കി. വിശന്നു എന്ന് മനസ്സിലാക്കിയിട്ട് കർത്താവ് അവർക്ക് അപ്പം വർദ്ധിപ്പിച്ചു കൊടുത്തിട്ടാണ് അവരെ പറഞ്ഞ് വിടുന്നത്. അവിടെ നമ്മൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും, തൻ്റെ അരികിൽ വന്ന ജനം
തന്നെ കേൾക്കാനായിട്ട് വന്ന ജനം, അവർക്ക് ഈ ഒരു ശാരീരികമായ ജീവൻ അവർക്ക് നഷ്ടപ്പെട്ടു പോകുന്നു എന്ന് മനസ്സിലാക്കിയിട്ടാണ് കർത്താവ് അവരുടെ ജീവിതത്തിൽ ഇടപെടാനായി ശ്രമിക്കുന്നത്. ഇനി മൂന്നാമത് ഒരു കാര്യം കൂടെ പറഞ്ഞു തരാം. കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിൽ എത്ര ദിവസമാണ് കഴിഞ്ഞിട്ടാണ് ഉയർത്തെഴുന്നേൽക്കുന്നത്? 3 ദിവസം കഴിഞ്ഞിട്ടാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? 3 ദിവസം ഈ ചെറുപ്പക്കാരനെ പോലെ എങ്ങനെയായിരുന്നു യേശുവിൻ്റെ ലൈഫ്? യേശു ഒറ്റപ്പെട്ട ജീവിതമാണ്. യേശുവിന് ഒറ്റപ്പെട്ടൊരു ജീവിതമാണ്. 3 ദിവസം കഴിഞ്ഞ് ഈ 3 ദിവസത്തിനകം യേശുവിന് എന്തെങ്കിലും കഴിക്കാൻ കിട്ടിയിട്ടുണ്ടോ? ഒന്നും കഴിക്കാൻ കിട്ടിയിട്ടില്ല. ഈ ചെറുപ്പക്കാരന് എന്തെങ്കിലും കഴിക്കാൻ കിട്ടിയിട്ടുണ്ടോ? ഒന്നും കഴിക്കാനായിട്ട് കിട്ടിയിട്ടില്ല. എന്നിട്ട് യേശു 3 ദിവസം കഴിഞ്ഞ് ചെയ്ത ഒന്നാമത്തെ ഒരു കാര്യമുണ്ട്. യേശു എമ്മൂസിൽ വന്ന് അപ്പം നുറുക്കി. ഓർമ്മയുണ്ടോ? കരിമ്പിടി കിട്ടിയോ? അപ്പം 3 ദിവസം കഴിഞ്ഞ് സംഭവിക്കുന്നത് എന്താണ്? ജീവൻ്റെ അനുഭവത്തിലേക്ക് അവരെ കൊണ്ടുവരികയാണ്. ഒറ്റപ്പെട്ടു പോയവരെ, വചനം കേട്ട് തളർന്നവരെ അവർക്ക് ജീവൻ്റെ അപ്പവും കർത്താവിൻ്റെ രക്തവും അവർക്ക് കൊടുത്ത് അവരെ ജീവനിലേക്ക് കൊണ്ടുവരികയാണ്. ഇനി ഈ ചെറുപ്പക്കാരനെ പുതിയ നിയമവുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്ത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ദൈവം നമ്മളോട് പറയാനായി ആഗ്രഹിക്കുന്നത്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, നിങ്ങൾ എൻ്റെ അരികിൽ വരണം. ഐ വിൽ ഗീവ് യു റെസ്റ്റ്. ഞാൻ നിങ്ങൾക്ക് ആശ്വാസം തരാം. എങ്ങനെയാണ്? എൻ്റെ അരികിൽ വരണമെന്ന് പറഞ്ഞാൽ വെറുതെ വന്നിരിക്കാനല്ല പറയുന്നത്. നിങ്ങൾ എൻ്റെ ശരീരവും എൻ്റെ രക്തവും സ്വീകരിക്കുക. അത് മനസ്സിലാക്കണം. എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. ഇനി ഇപ്പോൾ പറഞ്ഞ വാക്യം നിങ്ങളൊന്ന് വായിച്ചേ. അത് തിന്നപ്പോൾ അവന് ഉയിർ വീണു. അത് തിന്നപ്പോൾ അവന് ഉയിർ വീണു. അപ്പോൾ നമ്മൾ ദൈവസന്നിധിയിൽ വന്ന് സ്വീകരിക്കുന്ന കർത്താവിൻ്റെ ശരീരവും കർത്താവിൻ്റെ രക്തവും നമുക്ക് എന്ത് നൽകുന്നതാണ്? ജീവൻ നൽകുന്നതാണ്. അതുകൊണ്ടാണ് അത് പറഞ്ഞു കൊടുക്കുക. അവന് കൊടുത്തത് ഉണക്ക മുന്തിരിക്കുലയും അത്തിയടയും അപ്പവും വീഞ്ഞും. അത് കൊടുത്തപ്പോൾ അവന് ജീവൻ വീണു. നമുക്ക് ഏതൊരു പ്രയാസം ഉണ്ടെങ്കിലും, ഏതൊരു പ്രശ്നം വന്നാലും, ഏത് പ്രതിസന്ധിയുടെ മധ്യത്തിലായിരുന്നാലും കർത്താവിൻ്റെ ശരീരവും രക്തവും നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ അതിലൂടെ ദൈവം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാത്ത മറുപടി തരും. അതുകൊണ്ട് വിശുദ്ധ കുർബാനയ്ക്ക്, കർത്താവിൻ്റെ രക്തങ്ങൾക്ക് നമ്മൾ എത്ര വില കൊടുക്കുമോ അതിനനുസരിച്ചിട്ടായിരിക്കും ദൈവത്തിൻ്റെ മക്കളുടെ മേൽ അനുഗ്രഹം ചൊരിയുന്നത്. വളരെ സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പറഞ്ഞതിനർത്ഥം മനസ്സിലായോ? അവന് 3 ദിവസം ജീവനില്ല. എല്ലാം അവൻ ഇനി തിരിച്ചു വരുമെന്ന് കരുതിയ ഒരു ചെറുപ്പക്കാരനല്ല. പക്ഷേ വചനം നമ്മോട് പറയുന്നത്, ഈ അപ്പവും വീഞ്ഞും കഴിച്ചപ്പോൾ അവൻ എന്ത് കിട്ടി? ജീവൻ കിട്ടി. നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ വരുമ്പോൾ നിങ്ങൾ ഓർക്കണം, നിങ്ങളൊരു പക്ഷേ ഒരാഴ്ച സങ്കടത്തോടെ ആയിരിക്കും വരുന്നത്. നിങ്ങളൊരു ഒറ്റപ്പെട്ട വേദനകൾ കൊണ്ടായിരിക്കും നിങ്ങൾ വരുന്നത്. നിങ്ങൾക്ക് വളരെ പ്രയാസങ്ങളുണ്ടായിരിക്കും. പക്ഷേ ഇത് വന്ന് കഴിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വേണം, കർത്താവേ, എനിക്കൊരു ജീവൻ നീ തരണം, എൻ്റെ സങ്കടങ്ങൾ നീ മാറ്റിത്തരണം. അങ്ങനെ ആ ചെറുപ്പക്കാരന് ജീവൻ തിരിച്ചു കിട്ടി. അവർ തമ്മിൽ സംസാരിച്ചു. ദാവീദിനോട് അവൻ പറഞ്ഞു, ഞാൻ അമലോക്യർ എവിടെയാണ് എന്ന് ഞാൻ വഴി പറഞ്ഞു തരാം. പക്ഷേ എന്നെ അമലോക്യരുടെ കയ്യിൽ ഏൽപ്പിക്കുകയും ചെയ്യരുത്, എന്നെ നീ കൊല്ലുകയും അരുത്. അതിൻ്റെ അർത്ഥം, അവൻ ഇത് സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ അവൻ്റെ നഷ്ടപ്പെട്ടു പോകാമായിരുന്ന ജീവൻ ദൈവം അവന് കൊടുത്തു. അപ്പോൾ അത്രയും മനസ്സിലായല്ലോ. അങ്ങനെ അവർ വീണ്ടും മുന്നോട്ട് പോയി. നമ്മൾ വായിക്കാം. 17-ാമത്തെ അധ്യായം കഴിഞ്ഞപ്പോൾ ദാവീദ് അവിടെ എത്തി. അവിടെ ഈ കൊള്ള മുതൽ പങ്കിട്ടതിൻ്റെ സന്തോഷത്തിലായിരുന്ന അമലോക്യരെ മുഴുവൻ ദാവീദ് സന്ധ്യ മുതൽ പിറ്റേന്നാൾ വൈകുന്നേരം വരെ സംഹരിച്ചു. അവിടെ ഒരു 400 പേര് ഒട്ടകപ്പുറത്ത് കയറി ഓടിച്ചു പോയി. അത്രയും പേര് രക്ഷപ്പെട്ടു പോയി. ബാക്കി എല്ലാവരെയും ദാവീദ് സംഹരിച്ചു. അങ്ങനെ ഈ അവിടെ നിന്ന് കിട്ടിയ കൊള്ള മുതലുകൾ, ഇവിടെ നിന്ന് പിടിച്ചുകൊണ്ട് പോയ ആൾക്കാർ, ദാവീദിൻ്റെ 2 ഭാര്യമാർ, ഇവിടെ നിന്ന് പിടിച്ചുകൊണ്ട് പോയ ഭൃത്യന്മാർ, ദാസന്മാർ, ദാസികർ, ആടുമാടുകൾ, എല്ലാ കാര്യങ്ങളെയും തിരിച്ചു കൊണ്ടുവരികയാണ്. അപ്പോൾ ദൈവം അമലോക്യരെ തോൽപ്പിക്കാനായി ദാവീദിനെ സഹായിച്ചു. ഇത്രയും സംശയമുണ്ടോ? ഇല്ല. ഇതാര് പറഞ്ഞതാണ് ഇങ്ങനെ ചെയ്യണമെന്ന്? ദൈവം വർഷങ്ങൾക്ക് മുമ്പേ പറഞ്ഞൊരു കാര്യമാണ്. അത് നിറവേറ്റിയത് ആരായിരുന്നു? ദാവീദ്. ശൗൽ നിറവേറ്റിയോ? ഇല്ല. ദാവീദ് അത് നിറവേറ്റി. വലിയൊരു യുദ്ധം ജയിച്ചു. യുദ്ധം ജയിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചിന്തിക്കും? നമ്മുടെ ലൈഫിൽ വരുന്ന വലിയൊരു പ്രയാസമാണ്. നമ്മളതിനെ ജയിച്ചു കഴിഞ്ഞാൽ നമ്മളതിൻ്റെ മഹത്വം ആർക്ക് കൊടുക്കും? അതാണ് അടുത്ത പ്രശ്നം.
നമ്മളുടെ ലൈഫിൽ വന്ന വലിയൊരു പ്രശ്നത്തെ നമ്മൾ അതിജീവിച്ചു. ഒരു തടസ്സം നമുക്ക് മാറിക്കിട്ടി. മനുഷ്യർക്ക് വരാനായിട്ട് സാധ്യതയുള്ള ഒരു പ്രശ്നത്തെക്കുറിച്ചാണ് നമ്മൾ ഇനി ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. 22-ാമത്തെ വാക്യം. എന്നാൽ ദാവീദിനോട് കൂടെ പോയിരുന്നവരിൽ ദുഷ്ടരും നീചരുമായ ഏവരും ഇവർ നമ്മോടുകൂടെ പോരാത്തതിനാൽ നാം വിടുവിച്ചു കൊണ്ടുവന്ന കൊള്ളയിൽ ഓരോരുത്തൻ്റെ ഭാര്യയെയും മക്കളെയും ഒഴികെ മറ്റൊന്നും ഇവർക്ക് കൊടുക്കണ്ട എന്ന് പറഞ്ഞു. മനസ്സിലായോ? എത്ര പേരാണ് ഉണ്ടായിരുന്നത്? 600 പേരുണ്ടായിരുന്നു. 200 പേർ എന്തുകൊണ്ടാണ് പോകാത്തത്? ക്ഷീണിച്ചതുകൊണ്ടാണ്. മനഃപൂർവ്വം പോകാത്തതാണോ? ഇഷ്ടമില്ലാത്തതുകൊണ്ടാണോ? അല്ല. എന്നാൽ ഈ 400 പേര് പോയി. അവർ ചിന്തിച്ചു, ഇവന്മാർ 200 പേർ ഇല്ലെങ്കിലും ഞങ്ങളാണ് എന്ത് ചെയ്തത്? പോയി യുദ്ധം ചെയ്ത് ജയിച്ചത്. ഈ 400 പേർ ആരാണെന്നറിയാമോ? ഈ കൂടെ പോയ 400 പേര് ആരാണെന്നറിയാമോ? അവരാരാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ വ്യക്തമാകും. ഞാൻ പറയുന്ന ഭാഗം എടുക്കുക. 1 ശമൂവേൽ 22-ാം അധ്യായം 2-ാം വചനം. 1 ശമൂവേൽ 22 അതിൻ്റെ 2-ാം വചനം വായിക്കാമോ? ഞെരുക്കമുള്ളവർ, കടമുള്ളവർ, സന്തുഷ്ടിയില്ലാത്തവർ എന്നീ വകക്കാരൊക്കെയും അവൻ്റെ അടുക്കൽ വന്നുകൂടി. അവൻ അവർക്ക് തലവനായി തീർന്നു. എത്ര പേരുണ്ടായിരുന്നു? ഈ 400 പേരെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഒരു സമയത്ത് ദാവീദിൻ്റെ അടുക്കൽ വന്നപ്പോൾ ഇവർ ആരായിരുന്നു? ഒന്ന്, ഇവർക്ക് ഞെരുക്കമുള്ളവരായിരുന്നു. രണ്ടാമത് കടമുള്ളവരായിരുന്നു, സന്തുഷ്ടിയില്ലാത്തവരായിരുന്നു. ഇവരാണ് ഈ 400 പേർ. ഇവരെയാണ് ദാവീദ് സൈനിക വഴികളൊക്കെ പഠിപ്പിച്ച് യുദ്ധം അഭ്യസിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോയത്. എല്ലാം ജയിച്ചു കഴിഞ്ഞപ്പോൾ ഈ ഞെരുക്കമുള്ളവരും കടമുള്ളവരും സന്തുഷ്ടിയില്ലാത്തവരും ഒക്കെ വലിയ ആൾക്കാരായിട്ട് മാറി. നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ ഒരു എക്സാമ്പിളാണിത്. നമുക്ക് കടമുണ്ടായിരിക്കും, നമുക്ക് ഞെരുക്കമുണ്ടായിരിക്കും, നമുക്ക് പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും. ദൈവം നമ്മളെ അതിൽ നിന്നൊക്കെ ഒന്ന് കയറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ സ്വഭാവം എന്ത് ചെയ്യും? മാറും. കേട്ടോ, മാറാനുള്ള സാധ്യതയുണ്ട്. ദൈവം പറയുകയാണ്, അങ്ങനെ മാറിക്കഴിഞ്ഞാൽ ഈ ഞെരുക്കമുള്ളവരെയും കടമുള്ളവരെയും സന്തുഷ്ടയില്ലാത്തവരെയും ഒരു പുതിയ പേര് പറഞ്ഞ് വിളിക്കും. ഇവരെത്ര പേരാണ്? 400 പേർ. ഈ 400 പേരാണ് ഇപ്പോൾ പറയുന്നവർ. അവരുടെ പേര് 22-ാമത്തെ വാക്യത്തിൽ മറ്റൊരു രീതിയിലാണ് ദൈവം വിളിക്കുന്നത്. 22-ാമത്തെ അധ്യായത്തിൽ വിളിച്ചു കടമുള്ളവർ, ഞെരുക്കമുള്ളവർ, സന്തോഷമില്ലാത്തവർ. ഒന്ന് എന്നോട് ചേർന്ന് പറഞ്ഞ്, കടമുള്ളവർ, ഞെരുക്കമുള്ളവർ, സന്തോഷമില്ലാത്തവർ. ഇവിടെ ദൈവം അവരെ വിളിക്കുകയാണ് ദുഷ്ടരും നീചരും. ദുഷ്ടരും നീചരും. എന്തുകൊണ്ടാണ് ദൈവത്തിന് അങ്ങനെ ഇവരെ വിളിക്കേണ്ടി വന്നത്? ഒന്നുമില്ലായ്മയിൽ നിന്ന് ഇവരെ പതിയെ 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 ഉയർത്തിക്കൊണ്ടുവന്നത് ദൈവമാണ്. നമ്മളെപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ കടബാധ്യതയും സങ്കടവും ഞെരുക്കവും ഭാരവും പ്രയാസമൊക്കെ ഉള്ളവരായിരുന്നു. അതിൽ നിന്ന് ദൈവം നമ്മളെ കരകയറ്റി സമൃദ്ധിയിലേക്കും അനുഗ്രഹത്തിലേക്കും നിറവിലേക്കും കൊണ്ടുവരുന്ന ഒരു ദിവസം വരും. അന്ന് ദൈവം നമ്മളെ നീചരും ദുഷ്ടരുമെന്ന് വിളിക്കാനായിട്ട് ഇടവരരുത്. എല്ലാം ദൈവം തന്നത് സകല മഹത്വവും ദൈവത്തിനെന്ന് പറയാനായിട്ട് നമ്മളിലൂടെ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. നമ്മളായിട്ട് ഇതൊന്നും നേടിയതല്ല, എല്ലാം ദൈവം തന്നതെന്ന് പറയണം. അതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. നമ്മൾ പങ്കിടേണ്ടവരാണ്, കൂടെയുള്ളവർക്ക് വേണ്ടി അത് കൊടുക്കേണ്ടവരാണ്. ആ ഒരു യാഥാർത്ഥ്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് പിടികിട്ടിയോ? ആരാണ് ഈ 400 പേർ? കടമുള്ളവരായിരുന്നു, ഞെരുക്കമുള്ളവരായിരുന്നു, സന്തോഷമില്ലാത്തവരായിരുന്നു. ഇവർക്ക് ദാവീദിൻ്റെ കൂടെ വന്നപ്പോൾ ഇതെല്ലാം കിട്ടി. ഇപ്പോൾ സമൃദ്ധിയായി. അവർക്ക് ഞെരുക്കം വേണോ? അത്രയ്ക്ക് കിട്ടി. കൊള്ള മുതൽ പങ്കിട്ട പോലത്തെ സന്തോഷം അവർക്ക് കിട്ടി. ഇനി അവർക്ക് അധ്വാനിക്കേണ്ട അത്രയും സമൃദ്ധി വന്നു. അപ്പോൾ ഇവരാരായിട്ട് മാറി? ദുഷ്ടരും നീചരുമായിട്ട് മാറി. അപ്പോൾ ദൈവം ഒരു ചാൻസ് പറഞ്ഞു തരികയാണ്. ഇങ്ങനെ നമ്മൾ മാറാനായിട്ട് ഇടയുണ്ട്. അതുകൊണ്ട് അങ്ങനെ ആകാനായിട്ട് ശ്രമിക്കരുത് കേട്ടോ. നമുക്ക് ദൈവം ഒരു കാര്യം ചെയ്തു തന്നു കഴിഞ്ഞാൽ നമ്മൾ അത്രയും താഴെ ഇറങ്ങി നിൽക്കണം. മേലോട്ട് കയറാനായിട്ട് ശ്രമിക്കരുത്. മേലോട്ട് കയറി കഴിഞ്ഞാൽ പിശാച് നമ്മളെ കൊണ്ടുപോയി താഴെ ഇടും. അതുകൊണ്ട് താഴെ ഇറങ്ങി വിനയത്തോടെ നിൽക്കണം. അപ്പോൾ ദാവീദ് പറഞ്ഞ മറുപടി നിങ്ങൾ ശ്രദ്ധിച്ചോ? ദാവീദ് പറഞ്ഞു, അങ്ങനെയല്ല. 23-ാമത്തെ വാക്യം, എൻ്റെ സഹോദരന്മാരെ. ദാവീദ് അവരെ വിളിക്കുകയാണ് എൻ്റെ സഹോദരന്മാരെ. നേരത്തെ ഇവരാണ് ആർക്കെതിരെ തിരിഞ്ഞത്? ദാവീദിനെതിരെ തിരിഞ്ഞത്. അവരെ എങ്ങനെ തന്നെ ദാവീദ് വിളിച്ചു? എൻ്റെ
മൈ ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് നമ്മൾ പറയത്തില്ല എൻ്റെ പ്രിയ സഹോദരങ്ങളെ. എന്നിട്ട് പറഞ്ഞു, നമ്മെ രക്ഷിക്കുകയും നമ്മുടെ നേരെ വന്ന ഈ പരീക്ഷയെ നമ്മുടെ കയ്യിൽ ഏൽപ്പിക്കുകയും ചെയ്ത യഹോവ നമുക്ക് തന്നിട്ടുള്ളതിനെക്കുറിച്ച് നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത്. ദാവീദ് പറഞ്ഞു, നിങ്ങളല്ല ഈ യുദ്ധം ജയിച്ചത്, നിങ്ങൾ യുദ്ധം ചെയ്തിട്ടല്ല നിങ്ങൾക്ക് വിജയം ഉണ്ടായത്. ആരാണിത് ചെയ്തത്? ദൈവമാണ്. നമ്മളെപ്പോഴും ഓർക്കണം, നമുക്ക് ഏത് നന്മ വന്നാലും അതിൻ്റെ മഹത്വം ആർക്ക് കൊടുക്കണം? ദൈവത്തിന് കൊടുക്കണം. നമ്മുടെ നാട്ടിൽ കാണുന്ന ഒരു തെറ്റായ ഒരു പ്രവണത എന്ന് എനിക്ക് തോന്നുന്നതുകൊണ്ട് ഞാൻ പറയാം. നമ്മുടെ മക്കൾ നല്ല രീതിയിൽ പഠിക്കും. 10 A+ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? എന്ത് ചെയ്യും? ഇപ്പോഴത്തെ ആൾക്കാർ എന്ത് ചെയ്യും? ഫേസ്ബുക്കിലെടുത്ത് ആദ്യം അങ്ങിടും, എൻ്റെ മോൾക്ക്, എൻ്റെ മോന് 10 A+. പണ്ടിങ്ങനെ ചെയ്യുമായിരുന്നോ? പണ്ട് എന്ത് ചെയ്യും? പള്ളിയിൽ വരും. ഞായറാഴ്ച അല്ലെങ്കിൽ ആദ്യ ദൈവസന്നിധിയിൽ. ഇപ്പോൾ ചൊവ്വാഴ്ച റിസൾട്ട് വന്നു കഴിഞ്ഞാൽ എനിക്കറിയാം, ആദ്യം ഞങ്ങളൊക്കെ പോയിരുന്നത് ഞങ്ങളുടെ പള്ളിയിൽ അച്ഛന്മാരൊക്കെ ഉള്ളപ്പോൾ ആദ്യം അവിടെ പോകും. എന്നിട്ട് പറയും, ഈ റിസൾട്ട് വന്നു, ജയിച്ചു. അപ്പോൾ അച്ഛൻ എന്ത് ചെയ്യും? പള്ളിയിലുള്ള അച്ഛൻ ആരായിരുന്നാലും തലയിൽ കൈവച്ച് ബ്ലസ് ചെയ്തിട്ട് ഒരു കൊള്ളാം മക്കളെ, നന്നായിട്ട് വാ. അതിൻ്റെ അർത്ഥം എന്താണ്? ആദ്യം മഹത്വം ആർക്കാണ് കൊടുക്കുന്നത്? ദൈവത്തിന്. ഇത് വന്ന ഉടനെ നേരെ വാരി അങ്ങ് വിതറയാണ്. എന്നിട്ട് ഒരു 3 വർഷം കഴിയുമ്പോൾ പറയും, 10ാം ക്ലാസ്സിൽ 10 A+ കിട്ടിയ എൻ്റെ മോളാണ്, ഇപ്പോഴാണെങ്കിൽ ഒന്നും പഠിക്കുന്നില്ല. തമാശ പറഞ്ഞ കാര്യമല്ല. +2 ഭാവി ശരിയാകുന്നില്ല. കാര്യം മനസ്സിലായോ? കിട്ടേണ്ടത് കിട്ടിയപ്പോൾ നമ്മൾ ആർക്ക് മഹത്വം കൊടുത്തില്ല? ദൈവത്തിന് മഹത്വം കൊടുത്തില്ല. മനുഷ്യരെ കാണുന്നതിന് വേണ്ടിയല്ല ദൈവം നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഈ വിദ്യാഭ്യാസവും അറിവും മാർക്കൊക്കെ തരുന്നത്. ദൈവം ആഗ്രഹിക്കുന്നത്, എൻ്റെ ഈ കുഞ്ഞിന് ഈ മാർക്ക് കൊടുത്തപ്പോൾ അവൻ വന്ന് എൻ്റെ സന്നിധിയിൽ, കർത്താവേ നീ എനിക്ക് ഈ മാർക്ക് തന്നതുകൊണ്ട് എനിക്ക് നന്ദി. ഇതാദ്യം ആരോട് പറയണം? ദൈവത്തോട് പറയണം. ദൈവത്തിനാണ് ഇതെല്ലാം മഹത്വം നമ്മൾ കൊടുക്കേണ്ടത്. ദൈവത്തിന് മഹത്വം കൊടുത്തില്ലെങ്കിൽ ലോകപരമായി ഈ മഹത്വം നേടാനായിട്ട് നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മൾ ബിഗ് 0 ആയി പോകും നമ്മൾ കാണും. എനിക്കറിയാം പല മക്കളെയും 10ാം ക്ലാസ്സിലും +2 ഒക്കെ 10 A+ അതിന് മുകളിലുമൊക്കെ നേടിയ മക്കളാണ്. ഒന്നും എത്തിയിട്ടില്ല. എന്നാൽ ഈ എന്താ പറയുക, 10ാം ക്ലാസ്സിൽ C+ഉം ഡിച്ചവർ നല്ല രീതിയിൽ അതിശയകരമായിട്ട് വഴി നടത്തുന്നത് ഞാൻ കണ്ടിട്ടുള്ളതുകൊണ്ടാണ് പറയുന്നത്. എന്നാൽ അതിന് മുകളിൽ വിദ്യാഭ്യാസവും സ്കോർ ചെയ്തവരും ഒക്കെ മഹത്വം അതിൽ മാത്രം കൊടുത്തപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാതെയുള്ള വീഴ്ചകളും കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ എത്ര വളർന്നാലും നമ്മുടെ കഴിവിൽ നമ്മൾ ഒരിക്കലും ആശ്രയിക്കരുത്. ദാവീദ് ഇസ്രായേലിൻ്റെ പരമോന്നതനായ രാജാവാണ്, ഏറ്റവും നല്ല രാജാവായിരുന്നവനാണ്. പക്ഷെ ദാവീദ് പറഞ്ഞത് കാര്യം എന്താണ്? നമ്മൾ അങ്ങനെ പറഞ്ഞുകൂടാ. നമുക്ക് വിജയം നൽകിയത് ദൈവമാണ്. നിങ്ങൾക്ക് കടമുള്ളവരായിരുന്നു, നിങ്ങളെ കടം മാറ്റി തന്നത് ദൈവമാണ്. നിങ്ങൾക്ക് ഞെരുക്കമുള്ളവരാണ്, ഇന്നു മുതൽ നിങ്ങളുടെ ഞെരുക്കം മാറ്റി അത് നൽകിയത് ദൈവമാണ്. നിങ്ങൾക്ക് സന്തോഷമില്ലായിരുന്നു, ഇന്നു മുതൽ നിങ്ങൾക്ക് സന്തോഷിക്കാം. കൊള്ള മുതൽ കിട്ടിയതുപോലെ നിങ്ങൾക്ക് സന്തോഷിക്കാം. നിങ്ങളുടെ കഴിവുകൊണ്ടല്ല. ഇതിൻ്റെ മഹത്വം ആർക്ക് കൊടുക്കണം? ദൈവത്തിന് കൊടുക്കണം. അപ്പോൾ ഞാനിന്ന് പറഞ്ഞ കാര്യം മറക്കരുത്. ഏത് അനുഗ്രഹം കിട്ടിയാലും അതിൻ്റെ മഹത്വം ആർക്ക് കൊടുക്കണം? ദൈവത്തിന് കൊടുക്കണം. മനുഷ്യരെ കാണുന്നതിന് വേണ്ടി മനുഷ്യരോട് നമ്മൾ അതിനെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല. ദൈവത്തോട് പറയണം. ദൈവസന്നിധിയിൽ നമ്മൾ വന്ന് നന്ദി പറയണം. 24ാമത്തെ വാക്യം. എന്നിട്ട് പറഞ്ഞു, അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത്. യുദ്ധത്തിൽ പോകുന്നവൻ്റെ ഓഹരിയും സാമാനങ്ങൾക്കരികെ താമസിക്കുന്നവൻ്റെ ഓഹരിയും ഒരുപോലെ ആയിരിക്കണം. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ, കുറച്ച് പേര് യുദ്ധത്തിന് പോയി, ബാക്കിയുള്ളവർ എന്താണ് ചെയ്തത്? അവരുള്ള സാധനങ്ങളെ കാവൽ ചെയ്തു, അവർ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. നമ്മുടെ ഈ ലോകത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 2 രീതിയിലാണ് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. കുറച്ച് പേര് മുന്നിൽ നിന്ന് കാര്യങ്ങൾ ചെയ്യും, കുറച്ച് പേര് പിറകിൽ നിന്ന് പ്രാർത്ഥിക്കും. ഇതിൽ മുന്നിൽ നിന്ന് യുദ്ധം ചെയ്യുന്നവനേക്കാളും ആർക്കാണ് നമ്മൾ വില കൊടുക്കേണ്ടത്? ഒതുങ്ങിയിരുന്ന് ആ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവനാണ്. പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി അത്രയും വില നമ്മൾ കൊടുക്കണം. യേശു അതാണ് പറയുന്നത്. മുമ്പിൽ നിൽക്കുന്നവൻ്റെ അത്രയും ഓഹരി ആർക്ക് കൊടുക്കണം? പിന്നിൽ നിൽക്കുന്നവനും അർഹനാണ്. അവൻ പിന്നിൽ നിന്ന് പ്രാർത്ഥിച്ചത് കൊണ്ടാണ് നിങ്ങൾക്കത് കഴിഞ്ഞത്. ഓരോ വിജയങ്ങൾക്ക് പിന്നിലും നമ്മൾ ഓർക്കണം, ഒരു കുഞ്ഞ് നല്ല രീതിയിൽ നല്ല റിസൾട്ടോടുകൂടെ പാസ്സായി കഴിഞ്ഞാൽ അത് ആ കുഞ്ഞിൻ്റെ കഴിവ് മാത്രമല്ല, ആരുടെയൊക്കെ കഴിവാണ്? ആ കുഞ്ഞിന് വേണ്ടി കുഞ്ഞിനെ പഠിപ്പിച്ചവരുടെ കഴിവുണ്ട്, അല്ലേ? ഈ കുഞ്ഞിന്
വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്ത് അപ്പൻ്റെയും അമ്മയുടെയും സഹനങ്ങളുണ്ട്, അപ്പൻ്റെയും അമ്മയുടെയും പ്രാർത്ഥനയുണ്ട്. അങ്ങനെയെങ്കിൽ ഒരു വിജയം നേടിയ ആളിന് മാത്രമുള്ളതാണോ? അല്ല. നിങ്ങളുടെ കുഞ്ഞിന് നല്ലൊരു വിജയം കിട്ടിക്കഴിഞ്ഞാൽ അത് ദൈവത്തിന് ഒന്നാം സ്ഥാനം, രണ്ടാമത് അതിൻ്റെ മഹത്വം വീട്ടിലുള്ളവർക്കും കൂടെ ഉള്ളതാണ്. വീട്ടിലുള്ളവർ ആ കുഞ്ഞിനെ പ്രോത്സാഹിപ്പിച്ചതുകൊണ്ടും പ്രാർത്ഥിച്ചതുകൊണ്ടും ആ കുഞ്ഞിന് വേണ്ടി ത്യാഗം ഏറ്റെടുത്തത് കൊണ്ടുമൊക്കെയാണ് ആ കുഞ്ഞിന് ഈ ഒരു വിജയം കിട്ടിയത്. നമ്മൾ മറന്നു പോകരുത്. പലരും വിജയിച്ച് വരുമ്പോൾ പിന്നീട് മറ്റുള്ളവരൊക്കെ മറന്നു പോകും. അങ്ങനെ ആകരുത്. എല്ലാവർക്കും ഒരുപോലെ ഓഹരി സമാംശമായി കൊടുക്കണമെന്ന് പറഞ്ഞു. എന്നിട്ട് ദാവീദ് സിക്ലാഗിലേക്ക് മടങ്ങി വന്നു. 26-ാമത്തെ വാക്യം. അവിടെ ഉണ്ടായിരുന്ന യഹൂദ മൂപ്പന്മാരായ തൻ്റെ സ്നേഹിതന്മാർക്ക് കൊള്ളയിൽ ഒരംശം കൊടുത്തയച്ചു. പലയിടങ്ങളിൽ അദ്ദേഹത്തിൻ്റെ സ്നേഹിതരുണ്ടായിരുന്നു, അവർക്ക് കൊടുത്തയച്ചു. ബഥേലിലുള്ളവർക്ക് കൊടുത്തയച്ചു, തെക്കേ രാമോത്തിലുള്ളവർക്ക് കൊടുത്തയച്ചു, യത്തീരിലുള്ളവർക്ക് കൊടുത്തയച്ചു, അരോവേരിലുള്ളവർക്ക് കൊടുത്തയച്ചു, സീഫ് മോത്തിലുള്ളവർക്ക് കൊടുത്തയച്ചു, എസ്തേമേവിലുള്ളവർക്ക് കൊടുത്തയച്ചു. ഇങ്ങനെ സകലർക്കും കൊടുത്തയച്ചു. എന്നിട്ട് ദാവീദും അവൻ്റെ ആളുകളും സഞ്ചരിച്ചിരുന്ന സകല സ്ഥലങ്ങളിലേക്കും കൊടുത്തയച്ചു. അതായത് ദാവീദ് എവിടെ കൂടെയല്ല യാത്ര ചെയ്തോ, ആരുടെയൊക്കെ അരികിൽ പോയപ്പോൾ ദാവീദിന് സഹായം കിട്ടിയോ, ആരൊക്കെ ദാവീദിനോട് ചേർന്ന് നിന്നോ അവിടെയുള്ള എല്ലാവരെയും ദാവീദ് ആ യുദ്ധം ജയിച്ച് ദാവീദിൻ്റെ കരങ്ങൾ സമൃദ്ധിയായി നിറഞ്ഞപ്പോൾ അവന് നൽകിയ വിജയത്തിൻ്റെ പേരിൽ അവരെ എല്ലാം ഓർമ്മിച്ചു. എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ദൈവം നമുക്കൊരു നല്ലൊരു കാലം തരുമ്പോൾ നമ്മളെല്ലാവരെയും ഓർക്കണം കേട്ടോ. ദൈവം നമുക്ക് നല്ലൊരു കാലം തരുമ്പോൾ എല്ലാവരെയും ഓർക്കണം. ദൈവം നമുക്ക് നല്ലൊരു കാലം തരുന്നത് എന്തിനു വേണ്ടിയാണ്? എല്ലാവരെയും ഓർക്കാൻ വേണ്ടിയാണ്. ദൈവം നിങ്ങൾക്ക് ആരോഗ്യം തരുന്നത്, ദൈവം നിങ്ങൾക്ക് സമ്പത്ത് നൽകുന്നത്, ദൈവം നമുക്ക് എല്ലാ കാര്യങ്ങളും തരുന്നത് അത് വച്ച് മറ്റുള്ളവരെ ഓർക്കാൻ വേണ്ടിയാണ്. മറന്നു പോകരുത്. അപ്പോഴും നമ്മൾ ആരെയും മറക്കരുത്. പകരം എന്ത് ചെയ്യണം? ഓർക്കണം. അങ്ങനെ ഓർത്തു കഴിഞ്ഞാൽ ദൈവം നിങ്ങളെ മാനിക്കും. നിങ്ങൾക്കൊരു വിജയം തന്നത് നിങ്ങൾക്ക് വലിയ ആളാകാൻ വേണ്ടി മാത്രമല്ല, നിങ്ങൾക്ക് നൽകിയ വിജയം അനേകരുടെ വിജയമാണ്. ഉദാഹരണത്തിന് നമ്മൾ ഇന്ത്യ എടുക്കുക. ഇന്ത്യ ആരോടെങ്കിലും യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ ആ സൈനികരുടെ മാത്രം വിജയമാണോ, ഇന്ത്യയിലെ എല്ലാ ജനങ്ങളുടെയും വിജയമാണോ യുദ്ധം ജയിച്ചു വന്നു കഴിഞ്ഞാൽ? ഇന്ത്യ എന്ന മഹാരാജ്യത്തിലെ എല്ലാവർക്കും ആ വിജയത്തിൻ്റെ ക്രെഡിറ്റ് ഉണ്ട് അല്ലേ? അതോ സൈനികർ മാത്രമാണോ? അല്ല. അതുപോലെ തന്നെയാണ് ഒരു യുദ്ധം ജയിച്ചു വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ദൈവം ഒരു നന്മ നൽകി കഴിഞ്ഞാൽ അതിൻ്റെ അനുഗ്രഹം നമ്മളെല്ലാവർക്കും കൊടുക്കണം. അങ്ങനെ ദാവീദ് കൊടുത്തപ്പോൾ ഒരധ്യായം കൂടെ കഴിയുമ്പോൾ ആര് മരിക്കും? ശൗല് യുദ്ധത്തിൽ മരിക്കും. എന്തായിരുന്നു കാര്യം? അമലോക്യരോട് ചെയ്യേണ്ടതുപോലെ ചെയ്തില്ല. ദാവീദ് എന്ത് ചെയ്തു? അമലോക്യരെ പൂർണ്ണമായിട്ട് നശിപ്പിച്ചു. അപ്പോൾ അവനെ എങ്ങോട്ട് കയറ്റിയിരുത്തി? ദൈവം രാജകീയ സിംഹാസനത്തിലോട്ട് കയറ്റിയിരുത്തി. ദൈവം നമ്മളെ രാജകീയ സിംഹാസനത്തിലോട്ട് ദൈവം നമ്മളെ ഉയർത്തിക്കൊണ്ട് വരണമെന്നുണ്ടെങ്കിൽ ദൈവം പറയുന്നത് അതുപോലെ അനുസരിക്കണം. നമ്മുടെ ഇഷ്ടം പോലെ മാറാനായിട്ട് പാടില്ല.